അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും പലരും പല രീതിയിൽ ആഹാരം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയാണ് പിൻപറ്റേണ്ടത്. അപ്പോൾ മുത്തുനബിയുടെ ആഹാര രീതി എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. നാം കഴിക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിനും അതിൻ്റേതായ ബറക്കത്തുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നാം ഓർക്കേണ്ടതുണ്ട്. ഭക്ഷണം ആവശ്യമില്ലാതെ വേസ്റ്റാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണത്തെ, ആഹാരത്തെ ബഹുമാനിക്കുക. ആവശ്യത്തിന് മാത്രം ഇട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, വൃത്തിയായി കഴിക്കുക, ആഹാരം ആവശ്യമില്ലാതെ വേസ്റ്റാക്കാതിരിക്കുക. ഈ കാര്യം ആദ്യം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹാര രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മുഖവും കൈയും വായയും കഴുകുമായിരുന്നു. നബി തങ്ങൾ മുഖവും കൈയും വായയും കഴുകുമായിരുന്നു. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് മുഖവും കൈയും വായയുമൊക്കെ വൃത്തിയായി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് ബിസ്മി ചൊല്ലി തുടങ്ങുമായിരുന്നു ഹബീബായ നബി തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങാറ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. പിന്നീട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നോട് അടുത്തതിൽ നിന്ന് കഴിക്കുമായിരുന്നു ഹബീബായ നബി തങ്ങൾ. അതായത് ഒരു പ്ലേറ്റിൽ ഭക്ഷണം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഭാഗത്തു നിന്നും കഴിച്ചു തുടങ്ങും. നമ്മുടെ അടുത്ത ഭാഗത്ത് നിന്നും വൃത്തിയായി കഴിച്ചു തുടങ്ങിയിട്ടാണ് മറ്റു ഭാഗത്തോട്ട് പോവുക, അവിടെയുള്ള ഭക്ഷണം എടുക്കുക. അപ്പോൾ ആ പാത നമ്മളും പിൻപറ്റണം. ഭക്ഷണം ഒന്നായിട്ട് വിരകി കഴിക്കാതെ നമ്മുടെ അടുത്ത ഭാഗത്ത് നിന്നും ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാറ്. തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും, ഈ 3 വിരലും ഉപയോഗിച്ചിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ കഴിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ടുള്ള രൂപം. ഹബീബായ നബി തങ്ങൾ ഈ പാതയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ രീതിയിലൂടെ ഭക്ഷണം കഴിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹബീബായ നബി തങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വർസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ചൊല്ലുമായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വർസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ എന്ന് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചൊല്ലാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലാൻ പ്രയാസമെന്നാണ് എന്നുണ്ടെങ്കിൽ, സമയമില്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായും ഹബീബായ നബി തങ്ങളുടെ പാതയാണ് ഞാൻ പിന്തുടരേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, ആ രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ നമ്മളും പിൻപറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.